സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റം ചെയ്തതായി ഈ കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് പ്രകാരം പ്രതി കൊലപാതകം ചെയ്തതായി തെളിഞ്ഞിരിക്കുന്നു. പ്രതി കുറ്റക്കാരിയാണെങ്കിലും പ്രതി കുറ്റം ചെയ്യാനിടയാക്കിയ സാഹചര്യങ്ങളും പ്രതി ഗർഭിണിയാണെന്നുള്ള വസ്തുതയും കണക്കിലെടുത്ത് പ്രതിയെ 7 വർഷം സാധാരണ തടവിന് ശിക്ഷിച്ചിരിക്കുന്നു. പ്രതി ഗർഭിണിയായതിനാൽ ശിക്ഷാ സമയത്ത് ജയിലിൽ പ്രതിക്ക് വൈദ്യസഹായവും ശുശ്രൂഷയും നൽകിയിരിക്കണം. I hereby direct that the superintendent of the central jail will follow the above instructions. ശ്രീദേവിയുടെ കേസിന്റെ വിധി പറഞ്ഞു രവിട്ട. ആ കുട്ടി വെറുതെ വിട്ടോ? ഇല്ല, 7 വർഷം ശിക്ഷിച്ചു. അയ്യോ പാവം, ആ കുട്ടിയെ ജയിലിലേക്ക് കൊണ്ടുപോയി രവിട്ട. നിനക്ക് ഇതേക്കുറിച്ചല്ലാതെ വേറെ ഒന്നിനെ കുറിച്ചും ചോദിക്കാനില്ലേ? ഞാനിന്ന് നേരത്തെ വന്നത് നിനക്ക് അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞുകൊണ്ടാ. ഫ്രണ്ട്സ് എല്ലാം കൂടി ഒരു പാർട്ടിക്ക് ക്ഷണിച്ചതാ. പിന്നെ ഞാൻ ആൾസോക്ക് അടിച്ചെന്നെ വരത്തുള്ളായിരുന്നു. ആ പാവം പെൺകുട്ടിയെ 7 വർഷം ശിക്ഷിച്ചതിന്റെ ആഘോഷത്തിനായിരിക്കും. കഷ്ടമുണ്ട് രവിട്ട. നിങ്ങൾ വക്കീലന്മാർക്ക് യാതൊരു സെന്റിമെന്റ്സും ഇല്ല. ഞങ്ങൾ വക്കീലന്മാർക്ക് ഒരൊറ്റ സെന്റിമെന്റ്സേ ഉള്ളൂ, അവരവരുടെ ഭാര്യ, കുട്ടികൾ, കുടുംബം. എന്നാൽ ഈ വക്കീൽ പണി അത്ര നല്ല ജോലിയൊന്നുമല്ല. നിരപരാധിയാണ് ശിക്ഷിക്കപ്പെടുന്നെങ്കിൽ ആ ശാപം രവിയേട്ടനല്ലേ കിട്ടൂ. പിന്നെ വല്ല നാട്ടുമ്പുറത്തുള്ള വാദ്യന്മാരോ വല്ല മൃഗഡോക്ടർമാരോ ആരെങ്കിലും കെട്ടാണ്ടിരുന്നത്. എന്നധികം കളിയാക്കൊന്നും വേണ്ട കേട്ടോ. എന്റെ പൊന്ന് എന്ത് കുട്ടി, നമുക്ക് ഇതൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ? വാ, അമ്പലത്തിൽ പോണ്ടേ? വിളിക്കൂ. എന്താ പേര്? ശ്രീദേവി. ഗർഭിണിയാണല്ലേ? ജയിൽ ഡോക്ടറെ കാണിച്ചിട്ട് അഡ്മിറ്റ് ചെയ്താൽ മതി. യെസ് സർ.
പൊയ്ക്കോളൂ. സർ, യു ക്യാൻ ഗോ. അല്ല, ശ്രീദേവി ഉറക്കമായോ? വീടെത്തി. വരട്ടെ. ശരി. ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൊണ്ടുവന്നാക്കാം. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. ആരാ? ട്രൂപ്പിൽ നിന്ന് മാനേജർ സാർ പറഞ്ഞിട്ട് വന്നതാ. മാനേജർ സാറോ? അതെ. നിങ്ങളോ? എന്തായി പാതിരാത്രി? എന്നെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ട്രൂപ്പ് മാനേജറുടെ പേര് പറഞ്ഞാലേ വാതിൽ തുറക്കൂന്ന് എനിക്കറിയാം. ഒരു ചെറിയ കള്ളം പറയേണ്ടി വന്നു. നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? സുന്ദരിയായ ഒരു പെൺകുട്ടി തനിച്ച് താമസിക്കുന്ന വീട്ടിൽ ആരോഗ്യവും കരുത്തുമുള്ള ഒരു ചെറുപ്പക്കാരൻ പാതിരാത്രി കയറി വരുന്നത് എന്തിനായിരിക്കും? മര്യാദയ്ക്ക് ഇവിടുന്ന് പോകും. ഇല്ലെങ്കിൽ നീ എന്താ വെച്ചൊന്നും കഴിക്കത്തില്ലേ? മണി 5 ആദ്യമൊക്കെ ഇങ്ങനെയാ. 1-2 ദിവസത്തേക്ക് ഒന്നും കഴിക്കാൻ തോന്നൂല. പിന്നെ കൈ കിട്ടുന്നതൊക്കെ വാരി വലിച്ചു തിന്നോളൂ. എന്താ അവിടെ? ഒന്നുമില്ല. മതി മതി പോ.
ഗുഡ് ഈവനിങ് കുട്ടി. എന്താ രവിട്ട ഇന്ന് ലേറ്റായി? ഉച്ചയ്ക്ക് ഫോൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്താ വിളിക്കായിരുന്നത്? ഉച്ചയ്ക്ക് വേറെ എവിടെയെങ്കിലും പോയിരുന്നോ? എന്ത് ചോദിച്ചാലും ഞാൻ ചായ എടുത്തോണ്ട് വരാം. വേണ്ട. എന്താ? അത് എനിക്കറിയാം, ഇന്ന് കുടിച്ചിട്ടുണ്ടല്ലേ? ഏയ് പിന്നെ കുടിക്കുന്ന ദിവസമാ രവിട്ടൻ ഹോൾസും ചോദിച്ചോണ്ട് വരുന്നത്. നീ നമ്മുടെ അഡ്വക്കേറ്റ് മോഹന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും ഓരോ സ്മാൾ അടിക്കണമെന്ന് അവനൊരു വാശി. ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതാ, പക്ഷെ അവൻ സമ്മതിക്കുന്നു. അതെ, കുടിക്കാൻ ഓരോരോ കാരണങ്ങൾ. എന്തിനാ രവിട്ടൻ ഇങ്ങനെ തുടങ്ങുന്നത്? അത് കൊള്ളാം. അല്ല, നിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ട് 2.5 വർഷമായില്ലേ? എന്നിട്ട് നിന്റെ എന്തിയെ എന്തിട്ടാ കുട്ടിയെ എന്നുള്ള ഈ വള്ളുവനാടൻ ഭാഷ മാറ്റാറായില്ലേ? വേണ്ട, മറിക്കാനൊന്നും നോക്കണ്ട. ചൂടാകാതെ മാഡം, നമുക്ക് വഴിയുണ്ടാക്കാം.